ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന്റെ ക്ലോസിംഗ് ഡേറ്റിനെ സംബന്ധിച്ചിട്ടാണ്. നമ്മളെ പോണ്ടിച്ചേരിയുടെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ മാസം ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 30-നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മുൻപ് കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഈ വീഡിയോയിലും കൂടി ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ഒരു വർഷത്തോടു കൂടെ നമ്മളെ 3 വർഷത്തുള്ള ഡിഗ്രി അതൊക്കെ അവസാനിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിപ്പോ ഡിഗ്രി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിൽ ഡിപ്ലോമ കഴിഞ്ഞവരാ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലം ഈ പറഞ്ഞ പോലെ ഡിഗ്രി ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാൻസിൽ തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എങ്കിലും എടുത്തിടാൻ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഇനി ഓരോ കരിക്കുലം വൈസ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് പിന്നെ 4 വർഷം ഇപ്പൊ തന്നെ പിള്ളേരോ ഈ 3 വർഷം പഠിക്കണോന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 4 വർഷം ആവുമ്പോ ആരും ചെയ്യില്ല. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് പണ്ടത്തെ പോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലെയുള്ള കോഴ്സുകളൊക്കെ യൂണിവേഴ്സിറ്റികള് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്തു. അപ്പൊ നമുക്ക് അവർക്കൊക്കെ ഇപ്പൊ ഫെയിൽഡ് ആയ പിള്ളേർക്കൊക്കെ സുഖമായിരുന്നു. കാരണം പേപ്പർ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എക്സംഷൻ പേപ്പറൊക്കെ നോക്കി എങ്ങനെയാ എഴുതി അഡ്ജസ്റ്റ് ചെയ്യാൻ പല യൂണിവേഴ്സിറ്റികളിലും സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും 3 വർഷമായിട്ട് തന്നെ ചെയ്യണം. ഇനി 4 വർഷം ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇയർ കുറച്ചും കൂടെ സമയം പോകും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള ചിലപ്പോ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങൾ ഉണ്ട് അതില്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടാവില്ലല്ലോ ഒരിക്കലും. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മള് ക്വിറ്റ് ചെയ്ത് പോയ ഒരാൾക്ക് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കൂടി അത് ഒരു 4 വർഷം കംപ്ലീറ്റ് ചെയ്ത ആളുടെ ഒപ്പം ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം നമ്മുടെ കോഴ്സുകൾ ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വരുന്ന UG കോഴ്സുകൾ എന്ന് പറയുന്നത് BCom ഉണ്ട്, അതുപോലെ തന്നെ BBA ഉണ്ട്. പിന്നെ BA-യിലേക്ക് വരുമ്പോൾ BA ഹിസ്റ്ററി, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BA സോഷ്യോളജി, BA പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കോഴ്സ് UG കോഴ്സാണ് നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്കറിയാം, ഇതിൽ നമുക്ക് കേരളത്തിൽ 3 പരീക്ഷാ സെന്ററുകൾ വരുന്നുണ്ട്. എറണാകുളത്ത് അതാണ് ഒരു ഹൈലൈറ്റ് വരുന്നത്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടി നമുക്ക് എറണാകുളം, തിരൂര്, മാഹി അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് എക്സാം എഴുതാം. ഇപ്പോൾ തെക്കോട്ടുള്ള ജില്ലകളിലേക്ക് ഇല്ല അധികം. എന്നാലും നമുക്ക് എറണാകുളം ഒരു എക്സാം സെന്റർ ആയതുകൊണ്ട് തന്നെ ഒരുവിധ സെന്ററിലായിട്ട് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഇത്തിരി അകലം കൂടുതൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ബാച്ചിലേക്ക് എറണാകുളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഒരു സെന്റർ പോയിന്റ് ആണല്ലോ. അപ്പൊ വന്ന് അത്യാവശ്യം എഴുതാൻ പറ്റും. നമ്മൾ ആര് അഡ്മിഷൻ എടുത്താലും പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആകുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ കുട്ടികൾ ഒരുപാട് അത് നോക്കി കോഴ്സ് എടുക്കാൻ തയ്യാറായിട്ട് ഒരുപാട് പേരുണ്ട്. നെക്സ്റ്റ് നമുക്ക് PG കോഴ്സുകൾ നോക്കാം. PG-യിൽ MA ഇംഗ്ലീഷ്, സോഷ്യോളജി, ഹിന്ദി. MA സെക്ഷൻ അത്രയാണ് വരുന്നത്. പിന്നെ MCom ഫിനാൻസും വരുന്നുണ്ട് PG-യിൽ നോക്കുമ്പോൾ. ഇനി നമുക്ക് MBA കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാന്ന് വെച്ചാൽ, നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ അത്യാവശ്യം സ്പെഷ്യലൈസേഷൻസ് ഇതിൽ വരുന്നുണ്ട്. MBA ഫിനാൻസ്, MBA ജനറൽ, MBA ടൂറിസം, അതുപോലെ തന്നെ MBA മാർക്കറ്റിംഗ്, MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA HR, അതുപോലെ തന്നെ MBA ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇത്ര സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ജനറൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇത്രയധികം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ MBA നമുക്ക് പല മേഖലകളിൽ ചൂസ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നവർക്ക് അത് ഇത്രയും സ്പെഷ്യലൈസേഷൻ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് UG PG MBA കോഴ്സുകളുടെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ MBAയുടെ സീറ്റ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് അത്രയ്ക്കധികം സീറ്റ് MBAക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഈ മാസം 30-ന് മുൻപായിട്ട് അല്ല, നമുക്ക് 30-ന് മുൻപ് വെരിഫിക്കേഷൻസ് തീർക്കണം. അപ്പൊ ഒരു 15 ഇപ്പൊ നാളെയാണ്, ഒരു 10-18 20-ാം പരമാവധി അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലാണ് നമുക്ക് 25-ാം തീയതിക്കുള്ളിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒറിജിനൽ വെരിഫൈ ചെയ്യും യൂണിവേഴ്സിറ്റി പറയുന്ന സെന്ററുകളിൽ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം 30-ാം തീയതിക്ക് മുൻപ് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 20-ാം തീയതിക്ക് മുൻപൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. ലാസ്റ്റ് ഡേറ്റിന് മുൻപ് തന്നെ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. താങ്ക് യു.